ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് മസിൽ വർദ്ധിപ്പിക്കാനും ശക്തി വയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അത് നല്ല വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ റെസിപ്പി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ഇത്രയും നിലക്കടല എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് വറുത്തിട്ട് അതിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ്. അത് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ എത്ര കൊണ്ട് ഉണ്ടാക്കണോ വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിലക്കടലയൊക്കെ കൂട്ടിയിട്ട് കുറച്ചിട്ട് കൊടുത്തോളാം കേട്ടോ. പിന്നെ ബദാം ഞാൻ ഇത്രയും ബദാം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കഴുകിയിട്ട് ഉണക്കിയെടുത്തതാണ് കേട്ടോ, ബദാമും ഇതൊക്കെ. അതേപോലെ ഞാൻ ഇത്രയും മത്തന്റെ കുരു എടുത്തിട്ടുണ്ട്. അതേപോലെ അണ്ടിപ്പരിപ്പ് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈത്തപ്പഴം ഇത്രയും എടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം നമുക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയെടുത്തോളാം കേട്ടോ. മധുരം എത്ര കൊണ്ട് വേണം വെച്ചാൽ അതിനനുസരിച്ച് ഈത്തപ്പഴം കൂട്ടിയെടുത്തോളാം. പിന്നെ വാൾനട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയും വാൾനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നെയ്യും വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ നമുക്കിനി ഉണ്ടാക്കാനൊക്കെ നോക്കാം. നമുക്ക് ഇനി ഈ നിലക്കടല ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ബദാമൊക്കെ ഞാൻ കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ. ബദാം ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ വാൾനട്ടും എല്ലാതും ഞാൻ അങ്ങനെ ചെയ്തത് തന്നെയാണ്. അത് വാൾനട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. മത്തൻ്റെ കുരു എല്ലാതും ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഈത്തപ്പഴം മാത്രം ഇട്ട് കൊടുത്തിട്ടില്ല, അതിവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാതും ഇട്ട് കൊടുത്ത് നമുക്കിനി ഇതൊന്നും കൂടി ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. കണ്ടില്ലേ, ഞാൻ നന്നായിട്ട് ഇങ്ങോട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഞാനിവിടെ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈത്തപ്പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഈത്തപ്പഴം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്നും ഇങ്ങോട്ട് രണ്ടും കൂടി ഒന്ന് കുതിർന്ന് വരട്ടെ. രണ്ടും കൂടി ഒന്നും ഇങ്ങോട്ട് കുതിർന്ന് വരുന്നുണ്ട്, കണ്ടില്ലേ അങ്ങനെ. ഇനി നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ തീ സ്ലോ ആക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്കൊരു കുറച്ചൊരു ഏലക്കായുടെ പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്. അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറിയ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മെൽറ്റ്. ഇതെല്ലാം കൂടി ഒന്നും കൂടെ ആവട്ടെ. ഇനിയിപ്പോ നമുക്ക് ഈ എന്താ പറയാ, ഈ ഈത്തപ്പഴത്തിന്റെ മധുരം മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് നമുക്ക് ആ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയേ വേണ്ടൂ കേട്ടാ. ഞാനിപ്പോ അത് കുറച്ച് നല്ലോണം പൊടിയായിട്ടുണ്ട്. അപ്പൊ ഈത്തപ്പഴം കുറച്ച് കുറവല്ലേ, അപ്പൊ ശർക്കര നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണല്ലോ. അപ്പൊ ഞാൻ കുറച്ച് ശർക്കരയുടെ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ല, ശർക്കരയാണെന്നുണ്ടെങ്കിൽ ശർക്കര പാവ് കാച്ചി ഇട്ടോളൂ കേട്ടാ. ഇതിപ്പോ ഞാൻ കല്ലില്ലാത്തതായ കാരണം ഞാനൊരു ലേശം പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, ആ ശർക്കരയുടെ പൊടിയൊക്കെ അങ്ങോട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിതാ പൊടിച്ച് വെച്ച പൊടി കണ്ടില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കാം. ഇതൊന്നും ഇങ്ങോട്ട് ആറി വരട്ടെ. ഒന്നും ഇങ്ങോട്ട് ആറി വെച്ചൊന്ന് ഒരു ചെറു ചൂടോട് കൂടി നമുക്ക് ഇതിങ്ങോട്ട് ഉരുട്ടിയിട്ട് ഇങ്ങോട്ട് എടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഇങ്ങോട്ട് ഉരുട്ടുമ്പോൾ എല്ലാം കൂടി ഇങ്ങോട്ട് ശരിയാവും കേട്ടാ. അപ്പോൾ നമുക്കിനി ഇത് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് ഉരുട്ടി കൊടുക്കാം. കണ്ടില്ലേ, ഞാനിത് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങോട്ട് ഉരുട്ടിയിട്ട് ഇങ്ങോട്ട് എടുക്കാം.
ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഈത്തപ്പഴത്തിന്റെ മാത്രം മധുരം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ. ഇതിപ്പോ ഞാൻ എന്താ വെച്ചെങ്കിൽ ഈത്തപ്പഴം കുറച്ച് കുറവായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചൊരു ശർക്കര പിന്നെ നമുക്ക് ദേഹത്തിന് നല്ലത് തന്നെയാണല്ലോ, നമുക്ക് ഉരുട്ടിന്ന് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടി തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എത്ര കൊണ്ട് ഉരുള വലിപ്പം വേണം വെച്ചാൽ അതിനനുസരിച്ചിട്ട് ആക്കാം കേട്ടോ. പിന്നെ ഇത് നല്ല വിറ്റാമിൻസ് ഒക്കെ ഉള്ളതല്ല, ദിവസം നമ്മളിത് ഓരോ ഉരുള കഴിക്കുക, നല്ല ശക്തിയും എന്താ പറയാ നല്ല മസിലും ഒക്കെ വരും. അപ്പൊ ഞാനിതിൽ ഉരുട്ടി വെക്കട്ടെ. കണ്ടില്ലേ, ഞാൻ ഇത്രയും പോകുന്ന ഉരുളകളാണ് ആക്കണത് കേട്ടോ. വലിയ ഉരുള വേണമെന്നുണ്ടെങ്കിൽ വലിയ ഉരുള ഉരുട്ടി എടുത്തോളാം. ഇനി ഞാൻ ഇതെല്ലാതും ഇതേപോലെ ഉരുട്ടി വെച്ചിട്ട് കാണിക്കാം. അങ്ങനെ കൈയിന്റെ മേലെ ഇങ്ങനെ ഒട്ടണുണ്ടെങ്കിൽ നമുക്ക് ലേശം നെയ്യിൽ ഇങ്ങനെ തൊട്ടിട്ട് ഉരുട്ടി കൊടുക്കാട്ടോ. അങ്ങനെ നമ്മുടെ ഹെൽത്തി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. ഇത് നമുക്ക് നല്ല മസിലും നല്ല ശക്തിയും ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലഡുവാണിത്. പിന്നെ ഇത് നമുക്ക് പ്രായമായവർക്കും അതേപോലെ കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റണതാണ് കേട്ടോ. എനിക്കിപ്പോൾ അത്രയും പൊടി ഇതാക്കിയിട്ട് എടുത്തിട്ട് ഇപ്പോൾ ഒരു 13 ഉണ്ടയാണ് നമുക്കിപ്പോൾ ഇത് ഉണ്ടായിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഉരുട്ടണേനനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണം കൂടിയും കുറഞ്ഞു പിടിക്കും കേട്ടോ. അതിപ്പോൾ ഇത്രയല്ലേ നമുക്ക് നല്ല ഹെൽത്തി ആണല്ലോ, അപ്പം ഇത്രയല്ലേ ഉണ്ടയുടെ വലിപ്പം വേണ്ടു. പിന്നെ എന്താ പറയുക, ഇതിപ്പോൾ നമ്മളിപ്പോൾ കഴിച്ചിട്ട് നാളെ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1, 2, 3 ദിവസമൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഇതിപ്പോൾ അത്ര അധികം ഒന്നും ഉണ്ടാക്കില്ലല്ലോ, പിന്നെ വീട്ടിൽ ആൾക്കാരുള്ള കാരണം വേഗം കഴിച്ച് കഴിയും ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.